Hi students, how are you? I hope you all are fine at home. Students, today I am going to discuss a poem. It's a new lesson. The name of the poem is Caterpillar. What's the name of the poem? Yes, Caterpillar. Lesson 2. Lesson 2. Caterpillar. C-A-T-E-R-P-I-L-L-A-R. Caterpillar. Okay. കേട്ടിട്ടുണ്ടോ ഈ വേർഡ് കാറ്റർപില്ലർ? ഓക്കെ, നമുക്ക് നോക്കാം. ഇൻസെക്ട്സ്. ഇൻസെക്ട്സ് എന്താണെന്നറിയാമോ? ഇൻസെക്ട്സ് കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടില്ലേ? Insects are tiny creatures with 6 legs. With 6 legs. Insects are tiny creatures with 6 legs. 6 legs ഒക്കെ കൂടിയ ഒരു tiny creatures, small creatures. Creatures വെച്ച് ജീവജാലങ്ങൾ അല്ലേ? ഇൻസെക്ട്സ് എന്താണ്? ഷഡ്പദങ്ങൾ. Most insects can fly. Most of the insects can fly. Example പറയാം ഇൻസെക്ട്സിന്. നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ മിസ് പറഞ്ഞുതരാം. ഒരുപാടുണ്ട് അല്ലേ? ഹണി ബി, ബെഡ് ബഗ്, നെക്സ്റ്റ് ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, ലിസാർഡ്, കോക്രോച്ച്, ഗ്രാസ് കൂപ്പർ, അങ്ങനെ ഒരുപാട് ഇൻസെക്ട്സ് ഉണ്ട്. അറിയാമോ ഇതൊക്കെ? Have you seen a butterfly? Have you seen a butterfly? കണ്ടിട്ടില്ലേ ബട്ടർഫ്ലൈ? എന്ത് ഭംഗിയാ കാണാൻ അല്ലേ ബട്ടർഫ്ലൈ. Where do you find them? ഈ ബട്ടർഫ്ലൈ ഒക്കെ നിങ്ങൾ എവിടെയാണ് സാധാരണ കാണുന്നത്? ഗാർഡനിൽ കാണാം അല്ലേ? എന്തിനാ ഈ ഗാർഡനിൽ വരുന്നത് ഇവര്? തേൻ കുടിക്കാൻ അല്ലേ? നെക്സ്റ്റ് പാർക്കിലൊക്കെ കാണാം അല്ലേ? Next, what do you like about them? നിങ്ങൾക്ക് ഈ ബട്ടർഫ്ലൈയുടെ എന്താണ് ഇഷ്ടം? അല്ലെങ്കിൽ അതിൻ്റെ ഭംഗിയുള്ള വിങ്സ് അല്ലേ? നല്ല ഭംഗിയുള്ള പല കളറിലുള്ള ബട്ടർഫ്ലൈസ് ഇല്ലേ അല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങൾ? നിങ്ങളുടെ വീടിൻ്റെ വാതിൽക്കൽ നോക്കിയേ, ആ പൂക്കളിലൊക്കെ തേൻ നുകരാനായിട്ട് ആരാണ് ബട്ടർഫ്ലൈ വന്നിരിക്കുന്നത്? കണ്ടില്ലേ? നല്ല ഭംഗിയല്ലേ ആ ബട്ടർഫ്ലൈ ഒക്കെ കാണാനായിട്ട്? ഈ ബട്ടർഫ്ലൈ ആകുന്നതിന് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. നമുക്കതെല്ലാം ഈ ചാപ്റ്ററിൽ പഠിക്കാം കേട്ടോ. നോക്കാം. ഫസ്റ്റ് ഐ ആം ഗോയിങ് ടു റീഡ് ദിസ് പോയം. ഓക്കെ, ലിസൺ ഇറ്റ്. Brown and fury, caterpillar in a hurry, take your walk to the shady leaf or stalk or what not, which may be the chosen spot. No toad spy you, hovering bird of prey, pass by you, spin and die, to leave again a butterfly. This is the poem. ഇതാണ് poem അല്ലേ? താഴെ നോക്കിക്കേ. it's a poet's name. എന്താണ് പോയറ്റിന്റെ പേര്? ക്രിസ്റ്റീന റോസറ്റി. What's the name of the poet? Christina Rossetti. ബോർഡിൽ എഴുതാം. ക്രിസ്റ്റീന, CHRISTINA, ക്രിസ്റ്റീന. നെക്സ്റ്റ് റോസറ്റി, ROSSETTI. ഓക്കെ. നെയിം ഓഫ് ദ പോയറ്റ് കാറ്റർപില്ലർ എന്ന പോയം എഴുതിയത് ആരാണ്? ക്രിസ്റ്റീന റോസറ്റി. എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്? ക്രിസ്റ്റീന റോസറ്റി. ക്രിസ്റ്റീന റോസറ്റിയെ പറ്റി നിങ്ങൾ കൂടുതലൊന്നും പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ വേർഡൊന്ന് ഓർത്താൽ മതി. എന്നാലും ഞാൻ മിസ് ഒന്ന് പറഞ്ഞുതരാം. ക്രിസ്റ്റീന റോസറ്റി വാസ് ബോൺ ഡിസംബർ 1830. ഒരു ഡിസംബറിലാണ് ജനിച്ചത്. Was an English poet. ഒരു ഇംഗ്ലീഷ് പോയിന്റ് ആണ്. And born in London.
എവിടെയായിരുന്നു? ലണ്ടനിലാണ് ജനിച്ചത്. 1899 ഡിസംബറിലാണ് അവർ മരിച്ചത് അല്ലേ? ഇത്രയൊക്കെ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ക്രിസ്റ്റീന റോസിൻ്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പം വാട്ട്സ് ദ നെയിം ഓഫ് ദ പോയം? കാറ്റർപില്ലർ. നെയിം ഓഫ് ദ പോയറ്റ്? ക്രിസ്റ്റീന റോസെറ്റി. ഓക്കെ. പിന്നെ മിസ് ഈ പോയം ഒന്ന് റീഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഈ 8 ന്യൂ വേർഡ്സ്, അതായത് സൈറ്റ് വേർഡ്സ് ഉണ്ട് ഇതിനകത്ത്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ പോയം എടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇന്ന് നമുക്ക് ഈ സൈറ്റ് വേർഡ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ. ഫസ്റ്റ് ബ്രൗൺ ആൻഡ് ഫ്യൂറി, കാറ്റർപില്ലർ ഇൻ എ ഹറി. ആ ടൈറ്റിൽ ഓഫ് ദ പോയം എന്താണ്? കാറ്റർപില്ലർ എന്നാണ്. കാറ്റർപില്ലർ എന്താണ് നമുക്ക് നോക്കാം. കാറ്റർപില്ലർ മീൻസ് സ്മോൾ womb-like creature, the young one of a butterfly or moth. Caterpillar എന്ന് വെച്ചാൽ എന്താണ്? സ്മോൾ, വളരെ ചെറുത്. womb-like creature, ഈ പുഴുക്കളൊക്കെ കണ്ടിട്ടില്ലേ? യെസ്, അതേ ഷേപ്പോട് കൂടിയ. the young one of a butterfly. caterpillar എന്ന് പറയുന്നത് ബട്ടർഫ്ലൈയുടെ യങ് വൺ. രണ്ടാമത്തെ സ്റ്റേജാണ് കാറ്റർപില്ലർ. ആദ്യത്തേത് എഗ്, രണ്ടാമത്തേത് കാറ്റർപില്ലർ. ഓക്കെ. ഓക്കെ. the young one of a butterfly. okay. once again caterpillar എന്ന് പറയുന്നത് what's the meaning? first word caterpillar. caterpillarന്റെ മീനിങ് എന്താണ്? സ്മോൾ womb-like creature or the young one of a butterfly. ബട്ടർഫ്ലൈയുടെ യങ് വണ്ണിനെ പറയുന്ന പേരാണ് caterpillar. ഓക്കെ. നെക്സ്റ്റ് വേർഡ് ടേക്ക് യുവർ വാക്ക് ടു ദ ഷേഡി ലീഫ് ഓർ സ്റ്റോക്ക്. ഷേഡി. നെക്സ്റ്റ് സൈറ്റ് വേർഡ് ഏതാണ്? ന്യൂ വേർഡ് ഏതാണ്? ഷേഡി. SHADY. സ്പെല്ലിംഗ് SHADY. ഷേഡി. ഇതിന്റെ മീനിങ് എന്താന്ന് നോക്കാം. ഗിവിംഗ് പ്രൊട്ടക്ഷൻ ഫ്രം ദ സൺ. What's the meaning? Giving protection from the sun. സണ്ണിൽ നിന്നും ഒക്കെ നമ്മൾ എന്താണ്, ഇപ്പം നല്ല ചൂട്, നമുക്ക് എവിടെ എന്താണ് ഒരു തണലത്ത് പോയി ഇരിക്കാൻ തോന്നത്തില്ലേ? ഗിവിംഗ് പ്രൊട്ടക്ഷൻ ഫ്രം ദ സൺ അല്ലേ? സണ്ണിൽ നിന്നും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് തരുന്ന എന്താണോ അതാണ് ഷെയ്ഡ് അല്ലേ? ഒരു തണൽ അല്ലേ? ഇപ്പം മരത്തിൻ്റെയൊക്കെ താഴെ, നല്ല വലിയൊരു മരത്തിൻ്റെയൊക്കെ താഴെ പോയിരുന്ന എന്താണ്, നമുക്ക് സണ്ണിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടത്തില്ലേ? നേരിട്ട് സൺലൈറ്റ് നമ്മളെ ബാധിക്കത്തില്ല. അല്ലേ? ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഏതാണോ അത്. ദാറ്റ്സ് തണൽ. ഓക്കെ. നെക്സ്റ്റ് സ്റ്റോക്ക്. നെക്സ്റ്റ് വേർഡ് സ്റ്റോക്ക്. STALK. സ്റ്റോക്ക്. സ്പെല്ലിംഗ് STALK. സ്റ്റോക്ക്. സ്റ്റോക്ക് എന്താണ്? സ്മോൾ സ്റ്റെം that joins a flower to the stem. Small stem that joins a flower to the stem. Stem, ചെറിയ stem that joins a flower to the stem. അതായത് ഈ പൂക്കളുടെ ആ ഒരു തണ്ട് കണ്ടിട്ടില്ലേ? വളരെ ചെറുതാണ്, ബലമില്ലാത്തതുമായിരിക്കും അല്ലേ? അതാണ് സ്മോൾ സ്റ്റെം ആണ് എന്ത് പറയുന്നത്? സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക്. STALK. സ്റ്റോക്ക്. സ്മോൾ സ്റ്റെം that joins a flower to the stem. Okay. Next word നോക്കിയേ. or what not, which may be the chosen spot. Next word വന്നിട്ടുണ്ട്. chosen. 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 chosen meaning എന്താണ്? something which you have selected or picked out as the best. Something which you have selected or picked out as the best. ഏറ്റവും ബെസ്റ്റ് നോക്കി സെലക്ട് ചെയ്യുക ആണ് chosen. Okay. something which you have selected or
picked out as the best. Select a 2 best title select a. Okay. Next, no toad spy you. No toad spy you. Again, sight word was the yes, toad. T-O-A-D. T-O-A-D. Spelling T-O-A-D. Toad. Meaning a creature which looks similar to a frog. A creature which looks similar to a frog. Frog in a frog then yes, frog. A creature which is similar to a frog. Next, spy. Next sight word, spy. S-P-Y. Yes, S-P-Y. Spy means to see. What's the meaning? Is to see. Spy means to see. Okay. Next, hovering bird of prey pass by you. Spin and dive to leave again a butterfly. Yes, hovering. Hovering means to be moving around. What's the meaning? To be moving around. H-O-V-E-R-I-N-G. Hovering. Hovering means to be moving around. ചുറ്റും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. യെസ്. നെക്സ്റ്റ്, bird of prey. Bird of prey. Spelling B-I-R-D-O-F-P-R-E-Y. Bird of prey. Meaning എന്താണ്? Yes. Bird that feed on small insects. Bird that feeds on small animals. Sorry, animals. Small ചെറിയ ആനിമൽസിനെയൊക്കെ എന്താണ് ബേർഡിൻ്റെ ഫുഡ് എന്താണ്? ചെറിയ ആനിമൽസിനെയൊക്കെ എന്താണ് കഴിക്കുന്ന ബേർഡ്സ് ഒക്കെ ഇല്ലേ? യെസ്, ബേർഡ് ഓഫ് പ്രേ മീൻസ് ബേർഡ് ദാറ്റ് ഫീഡ്സ് ഓൺ സ്മോൾ ആനിമൽസ്. ഇത്രയുമാണ് ഈ ലെസണിലെ സൈറ്റ് വേർഡ്സ്, ന്യൂ വേർഡ്സ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ കാറ്റർപില്ലർ, സെക്കൻഡ് ഷെയ്ഡി, തേർഡ് സ്റ്റോക്ക്, ഫോർത്ത് വൺ chosen, fifth one toad, next spy, then next hovering, last one bird of prey. Okay, understood? ഈ ഇത്രയും വേർഡ്സ് ഈ സ്പെല്ലിങ് പഠിക്കുക, ഇതിൻ്റെ മീനിങ്സ് നിങ്ങൾ നല്ലതുപോലെ പഠിക്കണേ. ഈ പോയം മിസ് അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം. ഇന്ന് ഈ ടൈറ്റിൽ എന്താണെന്ന് പഠിക്കുക. ആരാണ് ഈ പോയറ്റ്? ആരായിരുന്നു? യെസ്, ക്രിസ്റ്റീന റൊസെറ്റി. ആ പേരും പഠിച്ചു വെക്കുക. ഈ ചാപ്റ്റർ, ഈ ലെസൺ, ഈ പോയം ഒരു 2 പ്രാവശ്യം വായിക്കുക. എന്നിട്ട് എന്താണ് ഈ വേർഡ്സ്, ഈ സൈറ്റ് വേർഡ്സ് ഇത്രയും സ്പെല്ലിങ് എഴുതി പഠിക്കുക, മീനിങ്സ് പഠിച്ചു വെക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഓരോ ലൈനും എക്സ്പ്ലെയിൻ ചെയ്തു തരാവേ. ഓക്കെ, I hope you understood this section. Thank you.